മോൻ്റെ തൽക്കാലം ഒരറ്റത്തും എൻ്റെ മോൻ്റെ കാലൊരറ്റത്തും. എന്താ കഥ? നല്ല ഉടക്കാം കുഞ്ഞാവ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. കുറേ ദിവസമായി ഞാൻ ഡെലിവറിൻ്റെ മുമ്പേ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തതാണ്. അപ്പോൾ കുറേ കമൻസൊക്കെ കണ്ടു, കുറേ കുറച്ചൊക്കെ കമൻസൊക്കെ കണ്ടു. ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോ, ബേബി വന്നതിന് ശേഷമുള്ള ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോ എന്ന്. അപ്പോൾ ഇന്ന് ഡേ ഇൻ മൈ ലൈഫാണ്. ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനൊരു അവസരം കിട്ടായിട്ടാണ്, ഓരോ സിറ്റുവേഷൻ കാരണമാണ് അങ്ങനത്തെ വീഡിയോസും ഇപ്പോൾ പ്രോപ്പറായിട്ട് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാത്ത കാരണം. അപ്പോൾ ഇനി മുതൽ എന്തായാലും ഡെയിലി വീഡിയോസും എല്ലാം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് കണ്ടാലോ. സമയം രാവിലെ 6:45. ഒരാൾ ഉറങ്ങുന്ന കിടപ്പ് ഉണ്ടോ? നല്ല രസമല്ലേ കാണാൻ. ഞാൻ ടർക്കി കെടുത്തിയ ടർക്കിയിലില്ല, ഇതാ തൽക്കാണിമ കെടുത്തി തൽക്കാണിയിലില്ല. എന്താ കോലം കെടുക്കണ, അതെന്തോ ആവട്ടെ. ആദ്യം തന്നെ ഫ്രിഡ്ജിൽ പോയതാ പാലെടുത്ത്, പിന്നെ ഒരു പഴം ഇന്നലെ വാങ്ങിയതാട്ടോ. പക്ഷെ കോലം നോക്കി കറുത്ത് പോയി. അപ്പം രാവിലെ എൻ്റെ ഫുഡ് എന്ന് പറയുന്ന ഒരു ഗ്ലാസ് പാൽ, നാടൻ പാലാട്ടോ, പശുവും പാൽ, ഒരു പഴം. ഞാൻ പുഴുങ്ങലായാലും പക്ഷെ എനിക്കിപ്പം ഭയങ്കര ചടപ്പ്. അപ്പം ഞാൻ എന്ത് ചെയ്യും, വാട്ടും. ഇത് നമുക്ക് ഈ പാലളന്നിട്ട് ഒരു ഗ്ലാസ് പാല്. ഞാൻ ഈ പ്രഗ്നൻ്റ് ആയ ഒരു 3 മാസം കയ്യിലും ഞാൻ പാല് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് മസ്റ്റാണ് ഞാൻ കുടിക്കാറ്. പിന്നെ നാട്ടിലെത്തി ഒരു 6 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ നീന്തർപ്പഴവും കഴിക്കൽ തുടങ്ങിയത്. അത് പിന്നെ ഇപ്പോഴും ഇതാ ഡെലിവറി കഴിഞ്ഞിട്ടും പാലും നീന്തർപ്പഴവും മസ്റ്റാണ്. എല്ലാവരും ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലോണം ബൂസ്റ്റ്, ഹോർലിക്സ് അങ്ങനത്തതൊക്കെയാണ് കൂടുതൽ കഴിക്കാറ്. ഞാനത് വളരെ കുറവായിട്ടോ കുടിച്ച്. ഇക്ക കുടിക്കാനേ സമ്മതിക്കില്ല, അതിൽ നല്ല ആഡഡ് ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്ന ഒരു മേബി ഒരു 10-15 ദിവസം ഞാൻ എപ്പോഴേലും ഒക്കെ ഒരു കുടിച്ചിട്ടുള്ളൂ. എൻ്റെ ഒരു പൂതിക്ക് അതോളൂ കുടിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പഴം പാട്ടാം. സോ അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കണം. നമ്മൾ പ്രഗ്നൻ്റ് ആയ സമയത്തും ഡെലിവറി കഴിഞ്ഞിട്ടൊക്കെ ഷുഗർ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. പ്രഗ്നൻ്റ് ആയ സമയത്തൊക്കെ നമ്മൾ ഷുഗർ കൂടുതൽ കഴിച്ചാൽ കുട്ടിക്ക് വെയിറ്റ് കൂടാനുള്ള സാധ്യതയൊക്കെ എന്തായാലും ഉണ്ട്. ഒരു 8th 9th മന്തൊക്കെ ആകുമ്പോൾ ഷുഗർ പറ്റ കട്ട് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മൾ തടി കൂടാനും പൊണ്ണത്തടി ആവാനൊക്കെ ഉള്ള കാരണം നമ്മൾ കൂടുതൽ ഷുഗർ, ഹോർലിക്സ്, ബൂസ്റ്റ് അങ്ങനത്തതൊക്കെ കുടിച്ചിട്ടാണ്. അപ്പോൾ അതൊക്കെ കൺട്രോൾ ചെയ്യുക. അപ്പോൾ ഇക്ക പോകുമ്പോഴത്തേക്കിന് രാവിലെ ഒരു കട്ടനാട്ടോ കുടിക്കുക. അങ്ങനെ കട്ടന് ഇതാ ഒരു മിച്ചർ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ മിച്ചറും കൊടുത്ത് ഞാനും ഇതാ ചായ കുടിക്കാൻ പോവാണ്. സാധാരണ ഞാൻ 10 രൂപ ചുട്ട് കൊടുക്കുള്ളൂ. പക്ഷെ ഇന്നലെ മോനൊരു തുള്ളി ഉറങ്ങിയില്ല. അപ്പോൾ ഞാൻ നേരെ വൈകിപ്പോയി എണീച്ചപ്പോൾ തൽക്കാലത്ത് ഇന്ന് കാൽ ചായ എന്തെങ്കിലും ഒരു കട്ടിങ് വെച്ച് കക്ക പോയിക്കോട്ടെ. നാളെ 10 രൂപ ഇട്ടിട്ടുള്ളൂ, നേരമല്ല 10 രൂപ. ഈ പഴമാണെങ്കിലും പുഴുങ്ങി തിന്നതിനേക്കാളും എനിക്കിഷ്ടം ഇങ്ങനെ വാട്ടിയിട്ട്, പിന്നെ നമ്മളിങ്ങനെ സ്ലൈസാക്കി അരിഞ്ഞിട്ട് ഇങ്ങനെ വാട്ടില്ല. ചെറിയ മക്കളൊക്കെ ഇങ്ങനെ കുഞ്ഞ് കഷ്ണാക്കിയിട്ട് അരിഞ്ഞിട്ട് ഇങ്ങനെ വാട്ടും. എന്നിട്ട് അതിലൊരു മുട്ട ഒടിച്ചൊക്കെ പറഞ്ഞിട്ട് എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നിട്ട് ഉമ്മൊക്കെ എപ്പോഴും പറയും ചെറിയ കുട്ടികളുമായിരിയൊക്കെ വാട്ടി കിട്ടണം. ഇന്നലെ ഉറക്കം എങ്ങനെ ഉണ്ടായിരുന്നു? നമുക്ക് അരുന്നതുകൊണ്ട് നന്നായിട്ട് ഉറങ്ങിയോ? നിങ്ങൾ ഉറങ്ങുമെന്ന് എനിക്കറിയാം, ഞാനല്ലേ ഉറങ്ങാൻ നിൽക്കുക പാവം. നേരത്തെ ഞാൻ കാണിച്ച പാള വിടായിരുന്നു. ഇപ്പാളെ പോലെ നോക്കി തൽക്കാണിമെന്ന് എവിടോ മൂപ്പരേടോ ഉള്ള മൂപ്പര്. മോൻ്റെ തൽക്കാണി ഒരറ്റത്തും എൻ്റെ മോൻ്റെ കാലൊരറ്റത്തും. എന്താ കഥ? നല്ല ഉടക്കാം. പിന്നെ ഒരു 10 മണിയൊക്കെ ആയാലാണ് മോൻ എണീക്കുക. അപ്പം ഉമ്മ വേഗം എണ്ണൊക്കെ തേപ്പിച്ച് മോനെ പെട്ടെന്ന് കുളിപ്പിക്കൂട്ടോ. കുഞ്ഞാവ അങ്ങനെ നല്ല കുളിയൊക്കെ പാസ്സായി കഴിഞ്ഞാൽ ആൾ നല്ലൊരു ഉറക്കം ഉറങ്ങും. അങ്ങനെ പാലൊക്കെ കൊടുത്ത് ഞാൻ ഉറക്കി. ഇനി അടുത്തത് എനിക്ക് കുറേ പണികളുണ്ട്. ആദ്യം ഞാൻ എന്ത് ചെയ്തു, മുത്താറി കാച്ചീന്, മുത്താറി കുടിച്ച് പത്തിരിയും കറിയൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ രാവിലെ കുടിച്ചതാണ്. കുറച്ച് ഇതാ തിരുമ്പാനുണ്ട്. അതൊക്കെ തിരുമ്പി വന്ന് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചോറ് കഴിക്കുകയാണ്. നല്ല കോഴിമുളക് ഇട്ടതും മുരിങ്ങൻ്റെ ഇലയും ചക്കക്കുരും പരിപ്പിട്ടൊരു കറി വെക്കൂലേ, ആ കറിയൊക്കെ ആയിട്ട് നല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ ഒരു കറി. മുരിങ്ങൻ്റെ ഇല, ഈ ചക്കക്കുരുവിൻ്റെ ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഇതായി ചിക്കൻ കറിയൊക്കെ കൂട്ടി ഞാൻ ചോറ് തിന്നാണ്. പിന്നതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഉപ്പേരി കണ്ടത്. ബീട്രൂട്ട് ഉപ്പേരി കേട്ടോ. ബീട്രൂട്ട് ഉപ്പേരിയാണെങ്കിൽ പറയണ്ട, എനിക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നുമില്ലെങ്കിലും ഞാൻ എങ്ങനെയും കഴിക്കും, അത്രയ്ക്ക് ഇഷ്ടമാണ്. അങ്ങനെ ഇതാ ബീട്രൂട്ട് ഉപ്പേരിയൊക്കെ കൂട്ടി നല്ലൊരു ചോറൊക്കെ തട്ടി
പിന്നെ പ്രഗ്നൻ്റ് ആയവരോടും ഡെലിവറി കഴിഞ്ഞ ആൾക്കാരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നന്നായിട്ട് ഫൈബർ ആഡ് ചെയ്യുക ഫുഡിൽ. നമ്മൾ ഈ ബീട്രൂട്ട്, ഈ ഇല ഐറ്റംസ് ഉണ്ടാവില്ലേ, ക്യാരറ്റ്, ക്യാരറ്റ് അല്ലാത്തതാണ് കേട്ടോ, ഈ ഇല ഐറ്റംസ്, മുരിങ്ങൻ്റെ ഇല, അങ്ങനത്തെ ചീര, അങ്ങനത്തെ എല്ലാം നമ്മൾ നന്നായിട്ട് ആഡ് ചെയ്യുക. പപ്പടമൊക്കെ എപ്പോഴേലും ഒന്നൊക്കെ കഴിച്ചാൽ മതി കേട്ടോ. എനിക്ക് പുതിയതായിട്ട് ഒന്ന് എടുത്തതാണ്. അങ്ങനെ ചോറൊക്കെ തിന്ന് കഴിഞ്ഞ് മെല്ലെ തൊട്ടിലേൻ്റെ അടുത്ത് പോയപ്പോൾ ആൾ നല്ല കണ്ണ് തുറന്ന് നല്ല കളിയാണ്. ഈവനിങ് ടൈമൊക്കെ ആയാൽ പിന്നെ ചായ എനിക്ക് നിർബന്ധമാണ് കേട്ടോ. അപ്പം ഞാൻ ചായ കുടിക്കുന്ന സമയത്ത് ഇക്കൊക്കെ ഒരു ചായ കൊണ്ട് കൊടുക്കും. നല്ല അച്ചപ്പവും ചായയൊക്കെയാണ്. പിന്നെ ഒരു മൈരിപ്പൊക്കെ ആയപ്പോൾ നല്ല മയക്കാറുണ്ടായിരുന്നു കേട്ടോ പുറത്ത്. ചായ കുടിക്കുകയാണെങ്കിലും ഷുഗർ ഞാൻ നേരിയ മധുരത്തിലാവും. കട്ടനാകുമ്പോൾ എനിക്ക് തീരെ മധുരം ഇല്ലെങ്കിലും പ്രശ്നമല്ല. പക്ഷെ പാൽ ചായ ആകുമ്പോൾ ഒരു നേരിയ മധുരം ഇടുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ചൂടായിട്ട് ഞാൻ കുറച്ച് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് അങ്ങനെ ആറ്റി കുടിക്കുകയാണ് കേട്ടോ. പിന്നെ ഇപ്പം നല്ല ചൂടാണല്ലോ, അപ്പം നമ്മൾ മാക്സിമം മക്കൾക്ക് നമ്മൾ കുപ്പായ അവോയ്ഡ് ചെയ്യുക. ഈ നമ്മൾ കുളിച്ചിട്ടൊക്കെ ആ ഒരു തണുപ്പിൽ ഇട്ട് കൊടുക്കുക. ഞാൻ വെറുതെ വന്ന് ടി വിൻ്റെ മുന്നിൽ ഇരുന്നായിരുന്നു. അപ്പോൾ ആൾ നല്ല ടി വിയിലേക്ക് നോക്കിയാൽ അപ്പം ഞാൻ മെല്ലെ അവിടെ നിന്ന് എണീച്ച് പോയി ഫുഡ് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച്. രാത്രി എന്തൊക്കെ സ്പെഷ്യൽ നമുക്ക് കാണാം. നല്ല ബീഫ് ഫ്രൈ, മമ്പയർ ഉപ്പേരി, മുരിങ്ങാക്കോല് പരിപ്പ് ഇട്ട് വെച്ച തേങ്ങ ചാറ്, പപ്പടം. അപ്പം നമുക്ക് ചോറ് കാണാം. കുറച്ച് ചെറുപായ മമ്പയരം എടുക്കുക. നല്ല ബീഫ് ഇങ്ങനെ നല്ല ബീഫ് എടുക്കുക. കുറച്ച് കറിയും കൂട്ടി മമ്പയറും കുറച്ച് പപ്പടവും നല്ല വിശക്കും കിട്ടും. കുറച്ച് മുരിങ്ങക്കോലൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് പിന്നെന്താ, പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഞാൻ നേരെ പോയി ഞാനും മോനും കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ, ബൈ.